തുളസിയ ഏട്ടന്റെയും ദുർഗേച്ചിയുടെയും മകൾ. എനിക്ക് പിറന്ന മകന്. നീ എന്തൊക്കെയാണ് പറയുന്നു? സത്യങ്ങൾ മറ്റാരും അറിയാതെ ഞാനും ജയേട്ടനും സൂക്ഷിച്ച സത്യങ്ങൾ. ഇല്ല, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞ് ദുർഗേച്ചി അതിനെ കൊന്നുകളയോന്ന് പേടിച്ച് ഞാനും ജയേട്ടനും ചേർന്ന് എന്റെയും ദുർഗേച്ചിയുടെയും കുഞ്ഞുങ്ങളെ തമ്മിൽ ആരും അറിയാതെ മാറ്റുകയായിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇല്ല, കള്ളമാണിത്, പച്ചക്കള്ളം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഏട്ടന്റെ സ്വന്തം മകളെ തുളസി. ആ മകളോട് ഏട്ടൻ ഇങ്ങനെ മോശമായി പെരുമാറുന്നത് എനിക്കിത് കേൾക്കണ്ട. അവളുടെ ഒരു പ്രസാദേട്ടൻ വിശ്വസിച്ചേ പറ്റൂ. അതിനെന്ത് തെളിവടി നിനക്ക് തരാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ വെച്ച് ഞാനും ജയേട്ടനും. എന്ന് നീ പറയുന്നു? ഇത്തരം കെട്ടുകഥകൾ കൊണ്ട് എന്റെ മനസ്സ് മാറ്റുന്ന നീ കരുതണ്ട. നീ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ വിശ്വസിക്കാം. തെളിവ്? പരദേവതയുടെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ ഒരു നുണ പറയാൻ വേണ്ടിയായിരുന്നു. സ്വന്തം മകളുടെ കല്യാണം നടക്കില്ല എന്നങ്ങനെ കണ്ടപ്പോ അതിന് നീ കണ്ടെത്തി വഴികൊള്ളാം. ഇപ്പൊ ഒരു കാര്യം ഞാൻ തീർച്ചയാക്കി, ഇങ്ങനൊരു നുണച്ചിയുടെ മകളെ എന്റെ മകന് വേണ്ട. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. പ്രസാദേട്ട, പറയുന്നതൊന്ന് കേൾക്ക്. ഒന്ന് കേൾക്ക് പ്രസാദേട്ട. പറയുന്നതൊന്ന് കേൾക്കേട്ട. നീ എന്തിനാ കരഞ്ഞത്? ചേട്ട, ഞാൻ പ്രസാദേട്ടന്റെ സ്വപ്നം കണ്ടു. എനിക്ക് തോന്നി ഉറക്കത്തിൽ പ്രസയെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. കരയേണ്ടി വന്നു. എന്താ സ്വപ്നത്തിൽ കണ്ടത്? നമ്മുടെ തീരുമാനം നടക്കില്ല ജയേട്ട. നമ്മുടെ എന്ത് തീരുമാനം? പ്രസാദേട്ടനെ കുടുംബക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി എല്ലാ സത്യങ്ങളും
തുറന്നു പറയണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെ. ആ കാര്യം ഞാൻ സ്വപ്നം കണ്ടു. ഒരുപക്ഷെ കുടുംബ പരദേവത എന്നെ കാണിച്ചു തന്നതാവും. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് പറ. ഞാൻ പറഞ്ഞതൊന്നും പ്രസാദേട്ടൻ വിശ്വസിച്ചില്ല. ആദ്യം നമ്മുടെ മകനാണെന്നും തുളസിമോളുടെ അച്ഛൻ പ്രസാദേട്ടനാണെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് തെളിവ് വേണോന്ന്. അത് ചേട്ട, നമ്മൾ പറയാൻ പോകുന്ന രഹസ്യം പ്രസാദേട്ടൻ വിശ്വസിക്കാൻ പോകുന്നില്ല. തുളസി പ്രസാദേട്ടന്റെ മകളാണ് എന്നുള്ളതിന് എന്ത് തെളിവാ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്? തെളിവുണ്ടല്ലോ. എന്ത് തെളിവ്? അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റിയത് ഡോക്ടറുടെ അറിവോടുകൂടിയായിരുന്നില്ലേ? നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ ആ ഡോക്ടർ ഉണ്ടാവും. ശരിയാ. നീ സമാധാനത്തോടെ ഉറങ്ങ്, എല്ലാം ശരിയാവും. എനിക്കിപ്പോഴാ ഒരാശ്വാസമായത്. നാളെ കുടുംബക്ഷേത്രത്തിൽ പോകാനുള്ളതല്ലേ, ഉറങ്ങിക്കോ. പ്രസാദേട്ടൻ ക്ഷേത്രത്തിൽ വരുമായിരിക്കും. പ്രസയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് വരാൻ സാധ്യത കുറവാണ്. ഇനിയും ഒരുപക്ഷെ മനുഷ്യന്റെ കാര്യമല്ലേ, മനസ്സ് മാറിയാലോ? മനസ്സ് മാറും. എന്റെ ഏട്ടൻ വരും. നാളെ രാവിലെ ഏട്ടനൊന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരണം. പറ്റില്ലെന്ന് പറയരുത്. കുടുംബ പരദേവതകളുടെ മുന്നിൽ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ ഏട്ടനോട് പറയാനുണ്ട്. ആദ്യം തുളസിയുമായുള്ള വിവാഹം നടക്കുന്നതോടെ ഒരു മരണം അത് സുനിശ്ചിതമാണ്. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം അത് സംഭവിക്കും. ഒരകാല മൃത്യു. നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. എന്താ ഉറക്കമില്ലേ? ഉറക്കം വരുന്നില്ലടോ. ഓരോന്ന് ആലോചിച്ചിട്ടാ. ആലോചിക്കാതെ വയ്യല്ലോ. മനസ്സിന് അത്ര വിഷമമുണ്ടെങ്കിൽ ആദ്യം തുളസിയെ വിവാഹം കഴിക്കട്ടെ. ജോത്സ്യര് പറഞ്ഞത് നമുക്ക് മറക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം അങ്ങനെ പ്രവചിച്ചിട്ടില്ല എന്ന് കരുതാം. തിരുമേനിയുടെ പ്രവചനം ചെവികൊള്ളാതിരിക്കാനോ? അതെ. പ്രസാദേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇത്രയൊക്കെ ഞാൻ സഹിച്ചത് പ്രിയയ്ക്ക് വേണ്ടിയാ, അവൾക്ക് വേണ്ടിയാ. അവളെ പോലും ഞാൻ നിഷേധിച്ചത്. പാവം, അവള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വിവാഹം നടന്നു കാണാൻ. ആഗ്രഹം എന്നോളം അതാരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്നെ തള്ളിപ്പറയുന്നു.
നമ്മുടെ ആദിമാൻ പോലും. ഞാൻ എന്തിനാ നിന്നോട് വരാൻ പറഞ്ഞെന്നറിയോ? എന്തിന്? സത്യം ചെയ്യിക്കാൻ. സത്യം ചെയ്യിക്കാനോ? എന്ത് സത്യം? എന്ത് സത്യം ഞാൻ ചെയ്യേണ്ടത്? നീ എനിക്ക് വാക്ക് തരണം. എന്ത് വാക്ക തരേണ്ടേ? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന്. ആ കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? സത്യം ചെയ്യേ. ഇത് കുറച്ച് കടന്ന കളിയാണ്. പരദേവതയ്ക്ക് മുമ്പിൽ സത്യം ചെയ്തു കഴിഞ്ഞാ പിന്നെ നിന്റെ അച്ഛനല്ല, നീ വിചാരിച്ച പോലും എന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നീ തമാശകള. സത്യം ചെയ്യ് തുളസി. നമ്മൾ ഒരിക്കലും പിരിയില്ലാന്ന് സത്യം ചെയ്യേ. കുടുംബ പരദേവതയാണ്. ഞാൻ എന്നും ആദിയുടെ കൂടെ ഉണ്ടാവും. ആദിയല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. അതിനാരുടെ എതിർപ്പുണ്ടെങ്കിലും എന്ത് സംഭവിച്ചാലും തുളസി ആദിയുടേതായിരിക്കും. സത്യം. ഇനി നമുക്ക് പോ. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കും വാക്ക് തരണം, ഇതേ പരദേവതയുടെ മുമ്പിൽ വെച്ച്. നിനക്ക് ഞാൻ എന്നെ തന്നെ തന്നില്ലേ, ഇനിയും തോക്ക്. ഇനി നീ മദ്യപിക്കില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്യ. ഇതെന്താ രണ്ടുപേരും ക്ഷേത്രമുറ്റത്ത് വെച്ച് സത്യം ചെയ്ത് കളിക്കുക? ഇവൻ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. തിരിച്ച് ഞാൻ ഇവന് പണിയെടുക്കാൻ നോക്കിയതാ. സാരില്ല, ഈ സത്യം നീ പിന്നെ ചെയ്താ മതി. അമ്മ ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വന്നാ മതിയായിരുന്നല്ലോ. നീ വരുന്ന കാര്യം എന്നോടും പറഞ്ഞില്ലല്ലോ. ആ, എന്തോ അത്യാവശ്യ കാര്യമുണ്ട്, ഉടനെ കുടുംബക്ഷേത്രത്തിൽ വരണമെന്ന് ഇവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വേഗം ഇങ്ങ് പോന്നു. എന്തായാലും സത്യം ചെയ്യല് മാറ്റിവെക്കണ്ട. തുളസി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് പോരും മോനെ. വേണ്ട, നീ പിന്നെ ചെയ്താ മതി. വാ. ആന്റി, മാമനോട് അമ്മ വരാൻ പറഞ്ഞാണോ? അതെ. എന്തായാലും ഈ ഒരു അവസരത്തിൽ നിങ്ങളും കൂടി ഉണ്ടായത് നന്നായി. നീയപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വന്നാണല്ലേ? പരദേവതയുടെ മുന്നിൽ വെച്ച് ഏട്ടനോട് എനിക്ക് മനസ്സ് തുറക്കണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഏട്ടനൊന്ന് കേൾക്കണം. അതിനുവേണ്ടി ഞാൻ വരാൻ പറഞ്ഞത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയൊന്നും തുറന്നു പറയണമെന്നില്ല. ഏട്ടൻ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഏയ്, നീ എന്തിനാ ആദ്യം ഇവിടെ എന്നൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. നിന്റെ ആഗ്രഹം അത് നടക്കില്ല. വന്ന് വണ്ടി കയറാൻ. നിന്നോട് ഞാൻ വണ്ടി കയറാനാ പറഞ്ഞത്. ആന്റിക്ക് പറയാനുള്ളത് അച്ഛൻ കേക്ക്. അവൾക്ക് പറയാനുള്ളത് പരദേവതയോട് പറയട്ടെ. എന്തു വന്നാലും ഇത് നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വന്ന് വണ്ടി കയറാം. എനിക്കെല്ലാം മനസ്സിലാവും. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസറാ. വന്ന് കേറാ. അച്ഛൻ വിട്. ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോയ. ഇത് അമ്പലമാണ്. ഞാൻ നിന്റെ അച്ഛനാണ്.
നിന്നെ വളർത്തി വലുതാക്കി എനിക്ക് നിന്നിൽ കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ട്. ഡാ, അതുകൊണ്ട് പറയുന്ന അനുസരിക്ക്. പ്രസാദേട്ടന് ആദിയോടുള്ളതിനേക്കാൾ അധികാരം എനിക്ക് ഇവനോടുണ്ട്. വന്ന് കേറാൻ. അത് പറയാനാണ് ഞാൻ വന്നത്. അധികാരം സ്ഥാപിക്കാൻ ഞാൻ എന്റെ മകനെ കൊണ്ട് നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. വന്ന് വണ്ടി കയറണം. വരാൻ. ആദ്യം വരില്ല. കൊണ്ടുപോവാൻ എനിക്കറിയാം. വന്ന് വണ്ടി കയറണം. എന്തിനാ മാമ ഈ വാശി? ഞങ്ങൾ എന്ത് തെറ്റാ മാമനോട് ചെയ്തേ? എനിക്ക് വാശി തന്നെയാ. അതൊന്നും എനിക്ക് നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ എനിക്കും വാശി തന്നെയാ. ഈ മാമന്റെ വാശിയുടെ ഒരു അല്പമെങ്കിലും മരുമോൾക്കും കിട്ടി കാണുമല്ലോ. ആദ്യം മാമൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ശരി, ഞങ്ങൾ ഒന്നിക്കും. ആദ്യം ഈ തുളസി വിവാഹം കഴിച്ചിരിക്കും. തുളസി, നീ ആരോട് ഇങ്ങനെ സംസാരിക്കുന്നറിയോ? വാശി ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അമ്മ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ക്ഷമ പോലും മാമൻ ഇല്ലാതെ പോയല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. ഒന്ന് വണ്ടി കയറ. എനിക്ക് വണ്ടിയുണ്ട്. മോനെ, അച്ഛൻ പറയുന്നത് കേൾക്കുന്നേ. മാമനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. നമുക്ക് പോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അതേ ക്ഷേത്രത്തിൽ വെച്ച് ആ നിമിഷം തുളസിയുടെ എഴുത്തി താലി കിട്ടേനെ. നീ ആയില്ലല്ലോ, ഭാഗ്യം തന്നെ. എടാ, വീരവാദങ്ങളൊക്കെ പറയാൻ കൊള്ളാം. നീ നടക്കുന്ന കാര്യം വല്ലതും പറ. തുളസിക്ക് എന്തായാലും നിന്നേക്കാൾ ധൈര്യമുണ്ട്. എടാ, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അനാവശ്യമായ വാശികൾ നമ്മൾ കണ്ടില്ലാന്ന് വെക്കുന്നതാ നല്ലത്. ഒന്ന് പോടാ. പിന്നെ അനാവശ്യമായ വാശികൾ. എടാ, നിന്റെ അച്ഛൻ ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്തതല്ലേ, പിന്നെ നീ എന്തിനു പേടിക്കണം? അവരല്ലേ നിങ്ങളെ തമ്മിൽ പ്രേമിപ്പിച്ചത്. എടാ ആദി, എടാ ഇതിന്റെ പിന്നില് എന്തൊക്കെ കളികളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തുളസിയും കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. എവിടേക്ക് രക്ഷപ്പെടാം? എവിടേക്കെങ്കിലും. അതേടാ, എന്നിട്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ തുളസി, ഞങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. എന്താ, ഇന്നും കള്ളു കുടിക്കാനുള്ള പ്ലാനാണോ? ഏയ്, ഞാൻ അതൊക്കെ എപ്പോഴേ നിർത്തി. എത്ര ദിവസത്തേക്ക്? നീ വെറുതെ ചുമ്മാ. ഇല്ല തുളസി, ആദിക്കിപ്പോ പുതിയൊരു ജീവിതം തുടങ്ങിയ കൊള്ളാന്നൊക്കെ ഉണ്ട് അല്ലടാ. അപ്പൊ ഇതുവരെ ജീവിക്കായിരുന്നില്ലേ? അങ്ങനെയല്ല, ഒരു കുടുംബ ജീവിതം. അതിനാദ്യം കുടുംബം വേണ്ടേ? എല്ലാം ശരിയാവും തുളസി, നോക്കിക്കോ. ഇനി മുതൽ ആദ്യം പുതിയൊരു മനുഷ്യനായിരിക്കും. എന്നാ ആ പുതിയ മനുഷ്യൻ വന്ന് വണ്ടി കയറും. എങ്ങോട്ട്? എന്റെ പിന്നെ കയറാൻ. എവിടേക്കാ? അതറിഞ്ഞല്ലേ നീ വരുള്ളോ. എന്നാലും നീ എവിടേക്കാന്ന് പറ. കൊല്ലൻ. ആ, ഇപ്പോഴെനിക്കൊരു മനസ്സമാധാനായത്. എന്നാലേ ഞാൻ പോയി ചത്തിട്ട് വരാം. ചെല്ലു ചെല്ലു. തമാശ. ബെസ്റ്റ് ഓഫ് ലക്ക് ആദി. ഇവരിത് എങ്ങോട്ട് പോകുന്നു? ഒളിച്ചോടുന്നായിരിക്കോ? വിടില്ല ഞാൻ. നമ്മുടെ പിന്നാലെ ഒരു തീവ്രവാദി ഇറങ്ങിയിട്ടുണ്ടല്ലോ. തീവ്രവാദിയോ? തിരിഞ്ഞു നോക്കല്ലേ, കണ്ണടി നോക്കാം. ആ, ഇത് ആദ്യ തീവ്രവാദിയാണല്ലോ. എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള വരവാ. എന്താ ഇവിടെ നിർത്തി? പറയാം.